വെൽക്കം ബാക്ക് ടു കൊമേഴ്സ് ഫോർ HSS യൂട്യൂബ് ചാനൽ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ GSTയുമായി ബന്ധപ്പെട്ട CGST, SGST ആയി ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് ജേണലിനകത്ത് രേഖപ്പെടുത്തുക എന്ന കാര്യം പഠിച്ചു കഴിഞ്ഞു. ഈ ക്ലാസ്സിനകത്ത് GSTയിൽ തന്നെ ഉള്ള IGST, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആയി ബന്ധപ്പെട്ട ജേണൽ എൻട്രികൾ എങ്ങനെയാണ് രേഖപ്പെടുത്തുക എന്നാണ് പഠിക്കുന്നത്. നമുക്കൊരു ഉദാഹരണത്തിലേക്ക് കടക്കാം. റെക്കോർഡ് നെസറി ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് സുമൻ ഓഫ് ബീഹാർ assuming CGST at 9% and SGST at 9%. ഇവിടെ ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് സുമൻ ഓഫ് ബീഹാർ, ബീഹാറിലുള്ള സുമൻ എന്ന് പറയുന്ന അയാൾ ഒരു ട്രേഡറിൻ്റെ ബുക്കിനകത്തുള്ള ജേണൽ എൻട്രിയാണ് രേഖപ്പെടുത്തേണ്ടത്. ഇവിടെ CGST 9%, അതുപോലെ SGST 9% ആണ് പറഞ്ഞിരിക്കുന്നത്. അത് ട്രാൻസാക്ഷൻ ഒക്കെ ഒന്ന് ബോട്ട് ഗുഡ്സ് ₹3,50,000 ഫ്രം ജാർഖണ്ഡ്. അപ്പോൾ സുമൻ എന്ന് പറയുന്നതാണ് ട്രേഡർ, ബീഹാറിലാണുള്ളത്. ഗുഡ്സ് വാങ്ങിച്ചിരിക്കുന്നത് ജാർഖണ്ഡിൽ നിന്നാണ്. അപ്പോൾ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ടു സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ വെൻ എ ട്രാൻസാക്ഷൻ ഈസ് ടേക്കൺ പ്ലേസ് ബിറ്റ്വീൻ ടു സ്റ്റേറ്റ്സ് ഓർ ട്രേഡേഴ്സ് ഇൻ ടു സ്റ്റേറ്റ്സ്, ദ GST ചാർജ് ഈസ് IGST. അപ്പോൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ CGST, SGST ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പകരം ഇവിടെ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് ചാർജ് ചെയ്യുന്നത്. ഇവിടെ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുമ്പോൾ 9% CGST പ്ലസ് 9% SGST, ടോട്ടൽ IGST ഈസ് ഈക്വൽ ടു 18%. മൊത്തം 18% IGST ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഇൻപുട്ട് IGST ഉണ്ടാവും, ഔട്ട്പുട്ട് IGST ഉണ്ടാകാം. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് ടാക്സ് ആണ്, ഗുഡ്സ് സോൾഡ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ടാക്സ് ആണ്. അപ്പോൾ ഇവിടെ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് ഫസ്റ്റിൽ ഇൻപുട്ട് IGST ആണ് വരുന്നത് 18%. രണ്ടാമത് സോൾഡ് ഗുഡ്സ് ഫോർ ₹2 lakhs, ഉത്തർപ്രദേശിലുള്ള ആൾക്ക് 2 ലക്ഷം രൂപയുടെ സാധനം വിൽക്കുകയാണ്. വിൽക്കുമ്പോൾ അവിടെ ഔട്ട്പുട്ട് IGST ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് ഈ IGST എന്ന് പറയുമ്പം 18% ആണ്. അതിൻ്റെ പകുതി സെൻട്രൽ ഗവൺമെൻറ്റും പകുതി കൺസേൺഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുക. ബോട്ട് ഗുഡ്സ് ₹3,50,000 ഫ്രം ജാർഖണ്ഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻവോൾവ് ചെയ്യുന്ന അക്കൗണ്ട് വരുന്നത് ഒന്ന് പർച്ചേസ്ഡ് ഗുഡ്സിന് പർച്ചേസ് അക്കൗണ്ടാണ്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് അതിൻ്റെ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്നത് പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ പറഞ്ഞ ഇൻപുട്ട് ടാക്സ് ആണ്. ഇവിടെ ഇൻപുട്ട് IGST ആണ് വരുന്നത്. ഇൻപുട്ട് IGST വരുമ്പോൾ 3,50,000ൻ്റെ 18% ഇൻപുട്ട് IGST വരും. അപ്പോൾ ഇൻപുട്ട് IGST മീൻസ് when we purchase goods we have to pay tax. അപ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ്, അതൊരു എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. സോ ഇൻപുട്ട് IGST അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്. ദെൻ വി ഹാവ് ടു പേ ക്യാഷ്, സോ ബാങ്ക് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ്. സോ ജേണൽ എൻട്രീസ് വരുന്നത് നമ്മളിവിടെ ട്രാൻസാക്ഷൻ ഡേറ്റ് തരാത്തത് കൊണ്ട് അതിൻ്റെ നമ്പർ ABC എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ് കോളത്തിനകത്ത് A എന്ന് എഴുതുന്നു. ദെൻ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ, ഇതിൻ്റെ എമൗണ്ട് 3,50,000. ഇൻപുട്ട് IGST അക്കൗണ്ട് ഡെറ്റർ, അതിൻ്റെ 3,50,000 18% വരും, 63,000. ടു ബാങ്ക് അക്കൗണ്ട് ടോട്ടൽ എമൗണ്ട് പേ ചെയ്യുന്നത് 4,13,000. ഇപ്പം റിലേഷൻ ചെയ്യുന്നത് ഗുഡ്സ് ബോട്ട്. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ സോൾഡ് ഗുഡ്സ് ഫോർ ₹2 lakhs ഉത്തർപ്രദേശ്. അപ്പോൾ ഉത്തർപ്രദേശിലുള്ള ഒരു കസ്റ്റമർക്ക് 2 lakhs rupeesൻ്റെ സാധനം വിൽക്കുകയാണ് ഫ്രം ബീഹാർ. അല്ലെ, സുമൻ ബീഹാറിലാണ്. അപ്പോൾ 2 lakhsൻ്റെ 18% ഔട്ട്പുട്ട് IGST വരും. അപ്പോൾ ഇവിടെ നമ്മൾ വരുന്ന അക്കൗണ്ട് വന്നത് സോൾഡ് ഗുഡ്സ്, അല്ലേ, സോൾഡ് ഗുഡ്സ് എന്ന സെയിൽസ് അക്കൗണ്ടാണ് തന്നെ. ഇപ്പോൾ സെയിൽസ് ഈസ് ആൻ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നത് സെയിൽസ് അക്കൗണ്ടിൽ നിന്ന് ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വി ഹാവ് സുമൻ, അല്ല, സുമനാണ് ഇവിടെ ട്രേഡർ. സുമൻ എന്ത് ചെയ്യണം? ടാക്സ് കളക്ട് ചെയ്യും. അപ്പോൾ കസ്റ്റമേഴ്സിന് ടാക്സ് കളക്ട് ചെയ്യണം, പക്ഷേ ഇറ്റ് ഹാസ് നോട്ട് ബീൻ പെയ്ഡ് യെറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ബിസിനസ്സിൽ
സാധനം വിൽക്കുന്ന സമയത്ത് ജി എസ് ടി എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യണം. പക്ഷെ അത് പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ്റിലേക്ക് അടക്കുന്നത്. സോ വി ഹാവ് ടു പേ ടു ദ ഗവൺമെൻറ്, ബട്ട് വി ഹാവ് കളക്ട് ദ എമൗണ്ട്. നമ്മളിപ്പോൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് അടച്ചില്ല. അപ്പോൾ കൊടുക്കാനുള്ള തുകയായതുകൊണ്ട് അത് എന്തായിട്ട് കണക്കാക്കാം, ഇറ്റ് ഈസ് എ ലയബിലിറ്റി. സോ ദ ലയബിലിറ്റി ഓഫ് ദ ബിസിനസ് വിൽ ഇൻക്രീസ്. അപ്പോൾ ബിസിനസ്സിൻ്റെ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് ഔട്ട്പുട്ട് IGST എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. സെയിൽസ് അക്കൗണ്ടും ക്രെഡിറ്റ് ചെയ്യണം, ഔട്ട്പുട്ട് IGSTയും ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ സാധനം വിൽക്കുമ്പോൾ യു വിൽ ഗെറ്റ് ക്യാഷ്. സോ ബാങ്ക് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്. ബാങ്ക് ബാലൻസ് വിൽ ഇൻക്രീസ്. സോ ബാങ്ക് അക്കൗണ്ട് വിൽ ബി ഡെബിറ്റഡ്. സോ ജേർണൽ എൻട്രി വരുന്നത് ഇപ്പം ഡേറ്റ് കോളത്തിനകത്ത് ബി എന്ന് എഴുതുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 2,36,000. അത് 2 lakhs ഗുഡ്സിൻ്റെ വിലയും 18% ടാക്സ്. 18% ടാക്സാണ്. 2 lakhs 18% 36,000. അപ്പോൾ അതാണ് 2,36,000 വരുന്നത്. ടു സെയിൽസ് അക്കൗണ്ട് 2 lakhs. ടു ഔട്ട്പുട്ട് IGST അക്കൗണ്ട് 36,000. ഇപ്പോൾ വരുന്നത് സോൾഡ് ഗുഡ്സ് ജനറേഷൻ ചെയ്താൽ. നെക്സ്റ്റ് മൂന്നാമത്തെ ട്രാൻസാക്ഷൻ സോൾഡ് ഗുഡ്സ് ഫോർ ₹4 lakhs ലോക്കലി. ഇപ്പോൾ ലോക്കലായിട്ടാണ് എടുക്കുന്നത്. സോൾഡ് ഗുഡ്സ് ഫോർ ₹4 lakhs ലോക്കലി. ഇപ്പോൾ ലോക്കലിൽ നിന്ന് ബീഹാറാണ്, ബീഹാറിൽ തന്നെ വെക്കുന്നു. അപ്പോൾ ബീഹാറിൽ തന്നെ വെക്കുമ്പോൾ നമ്മളിപ്പം അത് സെയിം സ്റ്റേറ്റ് ആകുമ്പോൾ ഇവിടെ എന്താണ്, സെയിൽസ് ആയതുകൊണ്ട് ഔട്ട്പുട്ട് ടാക്സ് ആണ്. അപ്പോൾ ഔട്ട്പുട്ട് CGST വരും, ഔട്ട്പുട്ട് SGST വരും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തതാണ്. ഇപ്പോൾ നമുക്ക് വരുന്ന അക്കൗണ്ടുകൾ ഒന്ന് സെയിൽസ് ആണ്. സാധനം വെക്കുന്നത് സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് ഇൻകം ആണ്. ഇൻകം ഇൻക്രീസ് ചെയ്ത് സെയിൽസ് അക്കൗണ്ട് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ ഇവിടെ സാധനം വെക്കുമ്പോൾ നമ്മൾ CGSTയും ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയും കളക്ട് ചെയ്തിട്ടുണ്ട്. അത് പേ ചെയ്യാത്തത് കൊണ്ട് ഇറ്റ് ബിക്കംസ് ലയബിലിറ്റി. സോ ലയബിലിറ്റി വിൽ ഇൻക്രീസ്. സോ ഔട്ട്പുട്ട് CGST ആൻഡ് ഔട്ട്പുട്ട് SGST വിൽ ബി ക്രെഡിറ്റഡ്. ആൻഡ് വെൻ വി സോൾഡ് ഗുഡ്സ്, സാധനം വിൽക്കുമ്പോൾ നമുക്ക് കിട്ടും ക്യാഷ് കിട്ടും. സോ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്തു. ഇപ്പോൾ ജേർണലിൽ വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഇപ്പോൾ 4 lakhs അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, 4 lakhs 18% ടാക്സ് വരും. 9% + 9%. അപ്പോൾ 72,000. ഇപ്പോൾ 4,72,000. 4 lakhs സാധനത്തിൻ്റെ വിലയും 72,000 ടാക്സാണ്. പിന്നെ ഇവിടെ നമ്മൾ വരുന്ന ടു സെയിൽസ് അക്കൗണ്ട് 4 lakhs. ടു CGST 4 lakhs 9% വരും, 36,000. ടു ഔട്ട്പുട്ട് SGST സെയിൽസിന് 36,000, 9% 36,000. ഇപ്പോൾ സോൾഡ് ഗുഡ്സ്. നെക്സ്റ്റ് നാലാമത്തെ വരുന്നത് പെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം ₹30,000. ഇപ്പോൾ ഇവിടെ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുകയാണ്. അപ്പോൾ ഇൻഷുറൻസ് പ്രീമിയം മീൻസ് ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ്. എക്സ്പെൻസ് ആയതുകൊണ്ട് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്നു. സോ ഇൻഷുറൻസ് പ്രീമിയം അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്. അപ്പോൾ നമ്മൾ പ്രീമിയം അടക്കുമ്പോൾ എക്സ്പെൻസ് വരുമ്പോൾ വി ഹാവ് ടു പേ ടാക്സ് ഓൾസോ, സർവീസ് ടാക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ സർവീസ് ടാക്സ് അടക്കണം. സർവീസ് ടാക്സ് ആണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞാൽ CGST. അതുപോലെ അപ്പോൾ ഇത് ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ അടക്കുന്നത് സ്റ്റേറ്റിലായിരിക്കും. നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം എടുക്കുന്ന നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ അടക്കുക. അപ്പോൾ ബീഹാറിൽ തന്നെയാണ് അയാൾ അടക്കുന്നത്. ബീഹാറിൽ അടക്കുന്നതുകൊണ്ട് അവിടെ ഇൻപുട്ട് CGST സെയിം സ്റ്റേറ്റ് ആയതുകൊണ്ട് ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST. ഇപ്പോൾ 30,000 9% വരും ഇൻപുട്ട് CGST. അതുപോലെ 9% ഇൻപുട്ട് SGST വരും. അപ്പോൾ ടാക്സ് അടക്കുന്നതുകൊണ്ട് ഇറ്റ് ഈസ് എൻ എക്സ്പെൻസ് അല്ലേ. ടാക്സ് നമ്മൾ അടയ്ക്കുകയാണ്. അടക്കുമ്പോൾ നമ്മൾ എന്തായിട്ട് കണക്കാക്കും, എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ എക്സ്പെൻസ് ആകുമ്പോൾ അതെന്ത് ചെയ്യണം, എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസ് വിൽ ഇൻക്രീസ്. ഇപ്പോൾ എനിക്ക് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് കൂടുന്നത് കൊണ്ട് എക്സ്പെൻസ് ടാക്സ് അത് ഇൻപുട്ട് CGST അതുപോലെ ഇൻപുട്ട് SGST ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഇൻഷുറൻസ് പ്രീമിയം പൈസയായിട്ട് അടയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്യാഷ് ബാലൻസ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ബാങ്ക് ബാലൻസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ജേർണൽ എൻട്രി വരുന്നത് ഇൻഷുറൻസ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് 30,000. ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെറ്റർ 19% 2,700. ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെറ്റർ 9% 2,700. ടു ബാങ്ക് 35,400. ഇപ്പോൾ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്. അടുത്ത വരുന്നത് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. അഞ്ചാമത്തേത് ബോട്ട് ഫർണിച്ചർ ഫോർ ഓഫീസ് ₹50,000.
ബോട്ട് ഫർണിച്ചർ ഫോർ ഓഫീസ് ₹50,000. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് എവിടെയാണെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് ഇത് നമ്മൾ എന്തായാലും കണക്കാക്കാം, സെയിം സ്റ്റേറ്റ് ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഫർണിച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ ഫർണിച്ചർ അക്കൗണ്ടാണ്, ഫർണിച്ചർ അസറ്റാണ്, അസറ്റിൻ്റെ വാല്യൂ കൂടുകയാണ്, അസറ്റിൻ്റെ വാല്യൂ കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് ചെയ്യുമ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അതുപോലെ നമ്മൾ ഫർണിച്ചർ വാങ്ങുമ്പോൾ വി ഹാവ് ടു പേ ഇൻപുട്ട് ടാക്സ്. ഇപ്പോൾ ഇൻപുട്ട് ഇത് സെയിം സ്റ്റേറ്റ് ആയതുകൊണ്ട് ഇൻപുട്ട് CGST, അതുപോലെ ഇൻപുട്ട് SGST. അപ്പോൾ പർച്ചേസ് വരുമ്പോൾ ഇൻപുട്ട് ടാക്സ് ആണ്. അപ്പോൾ നമ്മൾ ടാക്സ് അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ടാക്സ് പേ ചെയ്യുമ്പോൾ ഇൻപുട്ട് CGST 50,000 9% വരും, അതുപോലെ ഇൻപുട്ട് SGST 9% വരും. അപ്പോൾ ടാക്സ് പേ ചെയ്യുന്നുണ്ട്, ടാക്സ് നമ്മൾ ടാക്സ് ഒരു എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇൻപുട്ട് SGSTയും അതുപോലെ ഇൻപുട്ട് CGST എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. നമ്മൾ ഫർണിച്ചർ വാങ്ങുമ്പം ഫർണിച്ചറിൻ്റെ തുകയും ടാക്സും കൂടി പേ ചെയ്യണം. പേ ചെയ്യുമ്പോൾ നമ്മളെ ക്യാഷ് ബാലൻസ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ബാങ്ക് ഈസ് അസറ്റ് അല്ല, അസറ്റ് ആയതുകൊണ്ട് അസറ്റിൻ്റെ വാല്യൂ കുറയുമ്പോൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ജേർണൽ എൻട്രി വരുന്നത് ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ 50,000, ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെറ്റർ 50,000 9% 4,500, ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെറ്റർ 4,500 എന്ന് വരും, 9% ടു ബാങ്ക് അക്കൗണ്ട് 59,000. ഇവിടെ നമ്മൾ ജനറേഷൻ ഫർണിച്ചർ ബോട്ട്. ഇവിടെ ഇത്രയും ട്രാൻസാക്ഷൻസ് ആണ് വരുന്നത്. ഇത് നമ്മളിവിടെ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ നോക്കാം, നമുക്ക് ആകെ ഉണ്ടായിട്ടുള്ള ലയബിലിറ്റീസ് അല്ല, ഔട്ട്പുട്ട് ലയബിലിറ്റി ഉണ്ടാവും, ഇൻപുട്ട് ടാക്സ് നമ്മൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ ലയബിലിറ്റി ഉള്ളത് അതിൽ നിന്ന് നമ്മൾ നേരത്തെ അടച്ച ഇൻപുട്ട് ടാക്സ് കഴിച്ച് ബാക്കി വരുന്ന പൈസയാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 രീതിയിലുള്ള ടാക്സ് വരുന്നത് CGST, SGST ആൻഡ് IGST. ഇവിടെ വന്നിരിക്കുന്ന ഔട്ട്പുട്ട് CGST 36,000 അതുപോലെ തന്നെ ഔട്ട്പുട്ട് SGST 36,000, അതുപോലെ തന്നെ ഔട്ട്പുട്ട് IGST 36,000. ഇനി ഇവിടെ നമ്മൾ ഇൻപുട്ട് ടാക്സ് നോക്കാം. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യണം അല്ലേ, ഇൻപുട്ട് ടാക്സ് കുറക്കണം. ഇൻപുട്ട് ടാക്സ് കുറച്ച് ബാക്കി വരുന്ന പൈസ മാത്രമേ ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ടതുള്ളൂ. അപ്പോൾ നമുക്ക് മൊത്തം അടക്കാനുള്ള ലയബിലിറ്റീസ് ഇതാണ്. 36,000 CGSTയും 36,000 SGSTയും 36,000 IGST ആണ് അടക്കേണ്ടത്. അതിൽ നിന്ന് നേരത്തെ അടച്ചിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ത് ചെയ്യണം, ഇൻപുട്ട് നേരത്തെ അടച്ച ടാക്സ് കുറക്കണം. ഇപ്പോൾ CGSTയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ അടച്ചിരിക്കുന്ന CGST 7,200 രൂപയാണ്. അതിന് 2,700ഉം 4,500. ഇതാണ് ഔട്ട്പുട്ട് വരുന്നത്, 2 സെയിൽസാണ് വരുന്നത്. അതിൽ ഒന്ന് 2,700 മറ്റേത് 4,500, 2 പർച്ചേസാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതിൽ വരുന്നത് ഒന്ന് 4,500ഉം 2,700 കൂടി 7,200 രൂപയാണ് CGST നമ്മൾ ഓൾറെഡി അടച്ചിട്ടുള്ളത്. 36,000 7,200 കൊടുക്കണം. പിന്നെ അത് കൂടാതെ SGST നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് SGSTൻ്റെ 4,500ഉം 2,700 7,200 രൂപ, അത് ഇതിനകത്ത് 36,000 ലെസ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ പിന്നെ വരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു 63,000 രൂപയാണ് ഇൻപുട്ട് IGST അടച്ചിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് ഔട്ട്പുട്ട് IGST എത്രയേ ഉള്ളൂ, 36,000 ഉള്ളൂ. ബാക്കി വരുന്ന 27,000 രൂപ എവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു, IGST ഫസ്റ്റ് അഡ്ജസ്റ്റഡ് വിത്ത് CGST. അപ്പോൾ അത് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എവിടെയാണ്, CGSTയിലാണ് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അടക്കുന്ന ഇൻപുട്ട് IGST ഫസ്റ്റ് അഡ്ജസ്റ്റഡ് വിത്ത് ഔട്ട്പുട്ട് IGST നമ്മൾ കൊടുക്കാനുള്ള ലയബിലിറ്റീസിൽ കുറക്കാം. അപ്പോൾ 63,000 രൂപ അഡ്ജസ്റ്റ് നമ്മൾ ആദ്യമേ ഇൻപുട്ട് ടാക്സ് അടച്ചിട്ടുണ്ട് IGSTയിൽ. നമുക്ക് ലയബിലിറ്റി എത്രയേ ഉള്ളൂ, ഔട്ട്പുട്ട് IGST എത്രയേ ഉള്ളൂ, 36,000 ഉള്ളൂ. അപ്പോൾ അത് കഴിച്ച് ബാക്കി വരുന്ന 27,000 എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇറ്റ് വിൽ ബി അഡ്ജസ്റ്റഡ് വിത്ത് CGST ആൻഡ് ഇഫ് ദർ ഈസ് എനി ബാലൻസ് ഇറ്റ് ക്യാൻ ബി അഡ്ജസ്റ്റ് വിത്ത് SGST. ഇപ്പോൾ ഇവിടെ നമുക്ക് 36,000 ബാക്കി 27,000 ഉള്ളൂ. 27,000 7,200 34,200. പിന്നെ അവിടെ 1,500 രൂപ ബാക്കിയാണ് അല്ലേ CGST. അതുകൊണ്ട് SGSTയിൽ ഇവിടെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇനി ഇവിടെ ഈ CGST അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കി വരുന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, SGSTയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ CGSTയിൽ അഡ്ജസ്റ്റ് ചെയ്താലും കംപ്ലീറ്റ് എമൗണ്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. ഇനിയും ബാലൻസ് CGST കുറവാണ്, 36,000 രൂപ അടക്കാനുണ്ട്. 7,200 നമ്മൾ നേരത്തെ ഇൻപുട്ട് CGST അടിച്ചത് കഴിച്ചിട്ട് 27,000 രൂപ എന്ത് ചെയ്യുന്നു, ഇൻപുട്ട് IGST ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ 34,200 വരും. അതുപോലെ തന്നെ IGSTയിൽ നമ്മൾ 36,000 അഡ്ജസ്റ്റ് ചെയ്തു, 36,000 അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ IGST എന്തെങ്കിലും അടക്കാനില്ല. നമ്മൾ അടക്കാനുള്ള എമൗണ്ട് നോക്കാം, എമൗണ്ട് പേയബിൾ. അപ്പോൾ നമ്മളിപ്പോൾ CGST എടുത്തു കഴിഞ്ഞാൽ 36,000 ലയബിലിറ്റി ഉള്ളത്.
അത് നമ്മൾ ഇൻപുട്ട് CGST 7100 നേരത്തെ അടച്ചിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തു, ഇൻപുട്ട് IGST ബാക്കി വന്ന് 27,000 രൂപ ഇവിടെ CGST ആദ്യം അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ 27,000 7,200 34,200 അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യുന്നു, 1,800 രൂപ CGST അടക്കണം. ഇനി SGST 36,000 ഉള്ളത്. അല്ല, നമുക്ക് ഇൻപുട്ട് SGST എത്രയേ ഉള്ളൂ, 7,200 ഉള്ളൂ. അപ്പോൾ അത് കഴിച്ച് ബാക്കി 28,800 രൂപ SGST അടക്കേണ്ടതാണ്. IGST ഒന്നും അടക്കാനില്ല, കാരണം IGST അധികമാണ് അടച്ചത്, 61,000 അടച്ചത്. അത് 36,000 ബാക്കി 27,000 നമ്മൾ എന്ത് ചെയ്തു, CGST അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ സുമൻ എന്ന് പറയുന്ന ട്രേഡർ, ആ ബിസിനസ്മാൻ എന്ത് ചെയ്യണം, 1,800 രൂപ CGST അടക്കാനുണ്ട്, SGSTയിലും 28,000 രൂപ അടക്കാനുണ്ട്. അപ്പോൾ ഇത്രയും എമൗണ്ട് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം CGSTയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് CGST ആദ്യം എന്ത് ചെയ്യണം, നേരത്തെ നമ്മൾ ശ്രദ്ധിക്കാം, നേരത്തെ നമ്മൾ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് CGST, ഇൻപുട്ട് IGST, അതുപോലെ ഇൻപുട്ട് SGST ഒക്കെ എന്ത് ചെയ്യുന്നു, ഡെബിറ്റാണ് ചെയ്യുന്നത്. അത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. അതുപോലെ നേരത്തെ ഔട്ട്പുട്ട് CGST നമ്മൾ ക്രെഡിറ്റ് ആയത്, അത് നേരെ തിരിച്ച് ഡെബിറ്റ് ചെയ്യാം. ഔട്ട്പുട്ട് CGST അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് CGST അക്കൗണ്ട് ഡെറ്റർ അടക്കാനുള്ളത് 34,200. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻപുട്ട് CGST എന്ന് എന്ത് ചെയ്യുന്നു, 7,200 വെച്ചു. ഇൻപുട്ട് IGSTയിൽ 27,000 നേരത്തെ നമ്മൾ കണ്ടു, 27,000. അപ്പോൾ 27,000 രൂപ ഇൻപുട്ട് IGSTന്നും 7,200 രൂപ ഇൻപുട്ട് SGSTന്നും അഡ്ജസ്റ്റ് ചെയ്തു. നമ്മൾ SGST എടുക്കുമ്പോൾ 36,000 എത്ര മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, 7,200 മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 7,200 ജേണൽ എൻട്രിയാണ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഏതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ ഔട്ട്പുട്ട് SGST ഡെബിറ്റ് ചെയ്യണം, ഇൻപുട്ട് SGST ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ ജേണൽ എൻട്രി വരുന്നത് ഔട്ട്പുട്ട് SGST അക്കൗണ്ട് ഡെറ്റർ 7,200 ടു ഇൻപുട്ട് SGST അക്കൗണ്ട് 7,200 സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് SGST എമൗണ്ട് മെയിൽ. മൂന്നാമത് നമ്മൾ നോക്കാം, IGST ആണ്. IGST നമ്മൾ അടച്ചത് 36,000. ആ 36,000 എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് പറഞ്ഞു IGST 63,000 അടച്ചതിനകത്ത് 36,000 മാത്രമേ നമുക്ക് കൊടുക്കാനുള്ളൂ ലയബിലിറ്റി. അപ്പോൾ ആ 36,000 എന്ത് ചെയ്യുന്നു, ഇൻപുട്ട് IGST ഇൻപുട്ട് ഔട്ട്പുട്ട് IGST തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് IGST അക്കൗണ്ട് ഡെറ്റർ 36,000 ടു ഇൻപുട്ട് IGST അക്കൗണ്ട് 36,000. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ അടക്കാനുള്ളത് നോക്കുക. ഇവിടെ ഇനി അടക്കാനുള്ളത് അടക്കാൻ CGSTയിൽ 1,800 രൂപ അടക്കണം, അതുപോലെ SGSTയിൽ 28,800 രൂപ അടക്കണം. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി ചെയ്യുന്നത് നോക്കുക, ഔട്ട്പുട്ട് CGST അക്കൗണ്ട് ഡെറ്റർ എത്ര അടക്കാനുള്ളത്, 1,800. ഔട്ട്പുട്ട് SGST അക്കൗണ്ട് ഡെറ്റർ 28,800 ടു ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. അപ്പോൾ ഈ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് 30,600 രൂപയാണ്. അപ്പോൾ ഫൈനൽ പേയ്മെൻറ്റ് മെയ്ഡ്. ഇപ്പോൾ ലാസ്റ്റ് അവസാനം നമ്മൾ എന്ത് ചെയ്യണം, 30,600 രൂപ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കാനുണ്ട്, ഔട്ട്പുട്ട് CGST ഔട്ട്പുട്ട് SGSTയും ആയിട്ട്. ഇതാണ് IGSTയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.